പവിഴമഴ മഴവിൽ കുളിയ വർണ്ണമഴ. ഈ ഇവിടെ നിൽക്കുമായിരുന്നു അടി തങ്കം. എന്ത് എല്ലാവരും ഒരുമാതിരി ഇഞ്ചി കടിച്ച കുരങ്ങിരിക്കും പോലെ ഇരിക്കുന്നത്? എന്തേ അളിയനെ സന്തോഷമുള്ള കാര്യം തന്നെ. ഈ ദത്തെടുക്കൽ പരിപാടിയിൽ നടക്കൂല. അതിനൊരുപാട് നൂലാമാലകളുണ്ട്, ഒരുപാട് സമയം എടുക്കുകയും ചെയ്യും. ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ലതും തോന്നുന്നു പറഞ്ഞിട്ടാ ഞാനൊന്നും പറയാത്ത. എന്നാലും ഒരുപാട് ആഗ്രഹിച്ചതൊന്നും നടന്നില്ല. നോക്കണ്ട. അതെ, ഇതൊക്കെ എടുത്തു ചാടുമ്പോഴേ എൻ്റെ മനസ്സിൽ അപ്പോഴേ പറഞ്ഞു ഇത് നടക്കൂല നടക്കൂല. സത്യം. എന്തായാലും ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരു നീണ്ട ലീവ് എടുക്കാന്ന് വിചാരിച്ചു. ഒരു കുറച്ച് കൂടുതൽ ദിവസം ലീവ് എടുത്തിട്ടേ ഞങ്ങൾ എന്നോട് ഒരു തീർത്ഥാടനം നടത്തിയാലെന്ന് ഞാൻ വിചാരിക്കുക. കലക്കേളിയ നല്ലതാ, അത് നല്ലതാ. പളനിയിലും കാളഹസ്തിയിലും പിന്നെ ഈ പറഞ്ഞ മൂകാംബിയിലൊക്കെ പോയിട്ട് എന്നിട്ട് ഈ പറഞ്ഞ കണക്ക് അവിടെ വെച്ചിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ അവിടെ വെച്ച് ആലോചിക്കാം. തമിഴ്നാട്ടിൽ ഒരുപാട് അമ്പലങ്ങളുണ്ട്. അവിടെയൊക്കെ പോയി ഒന്ന് മനസ്സൊക്കെ ഒന്ന് ശുദ്ധമാക്കി എല്ലാം തടഞ്ഞ് ആ ചിന്തയൊക്കെ അങ്ങ് കളഞ്ഞിട്ട് വാ. ഞാനും വരും. വേണ്ടമ്മ, നമ്മുടെ പ്രാർത്ഥന മാത്രം മതി ഞങ്ങളോടൊപ്പം. ഞങ്ങൾ എന്നോട് പോയി ഒന്ന് മനസ്സൊക്കെ ഒന്ന് ശുദ്ധമാക്കിയിട്ട് പുതിയ ആൾക്കാരായിട്ട് തിരിച്ചു വരാം. അതിനൊന്നും പറ്റിയിട്ടില്ലല്ലോടാ. പിന്നെ എന്തിനാ ഇപ്പൊ അങ്ങനെ ഒരു അവരൊന്ന് പോയി മനസ്സൊക്കെ ഒന്ന് റെഡിയാക്കിട്ട് വരട്ടെ. ഉമ്മ ഓളിയാ, നിങ്ങൾ പോ, നല്ലതാ. അങ്കം നമുക്കും പോയാലോ? നമ്മുടെ വീട്ടിലേക്ക്. അല്ലാതെ അങ്ങോട്ട് വരാനുള്ള വഴി എനിക്കറിയാം, നിങ്ങൾ പൊക്കോ. പച്ചക്കറി ബേക്കറി എല്ലാം മേടിച്ചിട്ടുണ്ട്. വരണടി. ഓ ആരും വരണ്ട കേട്ടോ. നല്ല ചിപ്സ് ഉണ്ട് ഇതിൽ, ചിപ്സ്. ദൈവമേ, അവന് നല്ല വിഷമമുണ്ട്. അല്ല, ഒരു കണക്കിന് നല്ലതാ. അവർ രണ്ടാളും കുറച്ച് ദിവസം വിട്ട് നിൽക്കണത് നല്ലതാ. അമ്പലത്തിലൊക്കെ പോയി ദൈവത്തോടൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മനസ്സിനൊരു സുഖം കിട്ടും. അത്ര മോശമല്ല എൻ്റെ കുട്ടികൾ. അവർ പോയിട്ട് വരട്ടെ. ആ പാവത്തിന് എന്തിനാ ഇങ്ങനെ ശിക്ഷിക്കണെന്നാവോ? എൻ്റെ അടുത്ത് നിൽക്കാൻ യേശുവുണ്ടേ, എല്ലാവരും വരുവിൻ. എൻ്റെ ദുരിതമെല്ലാം അവനറിയും, അധികമാളൂരേ അവനണിയുന്നു മുൾമുടി. എല്ലാം എൻ്റെ തക്കിളിമുള്ള ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതൊക്കെ മോക്ക് വലുതാകുമ്പം മനസ്സിലാവും ഡാഡി കഷ്ടപ്പെടണമൊക്കെ എന്തിനാന്നുള്ളത്. അത് കഴിഞ്ഞ് അകത്ത് തന്നെ പഠിക്കും. പോ. ഇവക്ക് വേണ്ടേ? ഇതൊന്നും വേണ്ടേ? എൻ്റെ പേടി എല്ലാ പഴുതും അടയുമ്പോൾ അവനടുത്ത് പുതിയ എന്തെങ്കിലും പരിപാടി എപ്പിക്കുമെന്ന്. എന്തായാലും കർത്താവായിട്ട് അവൻ്റെ മനസ്സൊക്കെ മാറ്റുമല്ലോ. അങ്ങനെ ഒരു ചിന്ത അവൻ്റെ മനസ്സിൽ നിന്നൊക്കെ പോയല്ലോ. അപ്പോഴാണ് എനിക്ക് സമാധാനമായി. ക്ലീറ്റോന് എങ്ങനെയാണ് ക്ലീറ്റോ ഇങ്ങനെ ദുഷ്ടനായിട്ട് പെരുമാറാൻ പറ്റണത്? ക്ലീറ്റോന് ഒരു കുഞ്ഞുള്ളത് കൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാത്ത കേട്ടോ. കല്യാണം കഴിഞ്ഞ് 2ാമത്തെ കൊല്ലം തുടങ്ങിയത് അവനീ ഓട്ടപ്പാച്ചിൽ. അതെ, ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ നല്ലതിന് വേണ്ടി. ഞങ്ങളുടെ കുടുംബത്തിന് നല്ലത് വേണ്ട ക്ലീറ്റോ. നിങ്ങളെല്ലാവരും നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. പെങ്ങൾക്കും മക്കളുണ്ട്, ക്ലീറ്റോന് മക്കളുണ്ട്, ക്ലീറ്റോന്റെ അപ്പച്ചനും അമ്മച്ചിക്കും കുഴപ്പമില്ല. എൻ്റെ ഓരോ കൂടപ്പറപ്പായി കിടന്ന് വിഷമിക്കണത്. അവൻ എന്തിനിങ്ങനെ ദ്രോഹിക്കണം ക്ലീറ്റോ? ഞാൻ എന്ത് ദ്രോഹം ചെയ്യുന്നുണ്ട്? അവന് ഇതിപ്പോ കർത്താവ് അറിഞ്ഞു കൊടുത്താലല്ലേ കുട്ടി കിട്ടുള്ളൂ. ഞാൻ പ്രാകണുണ്ട്. ഞാൻ നോക്കണത് നമ്മുടെ ഭാവിയാ, നമ്മുടെ കൊച്ചിന്റെ ഭാവിയാ. ഞാൻ ദീർഘവീക്ഷണം വേണോടെ. ഞാൻ അത് മുന്നിൽ കണ്ടോട്ടാ ഓരോന്ന് ചെയ്യണത്. ഒരു വെള്ളപ്പൊക്കം വന്നാൽ തീരാനുള്ളത് ഉള്ളൂ ഇതൊക്കെ. അത് ഓർത്തോ വരുമ്പോ അല്ലേ? ഇപ്പൊ മഴ പെയ്യുമെന്ന് പറയും. ഇന്ന് നമ്മൾ കുട പിടിച്ചോണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് വരട്ടെ, അത് വരുമ്പോ നമുക്ക് അങ്ങനെ ആലോചിക്കാം. പക്ഷെ ഇതിപ്പോ അതല്ല.
ഇതല്ല, കാരണം ഭാവിയിൽ എൻ്റെ മോളെ വല്ലവനെയും കൂടെ ഇറക്കി വിടാൻ നേരത്ത് ഞാൻ 4 പേരുടെ ഫ്രണ്ട് ചെന്ന് ഇറക്കേണ്ട അവസ്ഥ വയ്ക്കരുത്. എനിക്കത് ബുദ്ധിമുട്ടാണ്. എന്റെ കൊച്ചിന് ഈ ശാപം കിട്ടിയ പൈസ വേണ്ട. നിനക്ക് ശാപം കിട്ടി അങ്ങനെ മോളെ കെട്ടിച്ചു വിടാൻ കാരണം കാണിക്കണ പണിയാ. അപ്പുറത്തവന്റെ കൊച്ചു വേണ്ട അവന്, എന്നിട്ട് അവന്റെ സ്വത്ത് അടിച്ചെടുക്കാൻ നോക്കണം. ഇതിലും വേറെ നിങ്ങൾ വല്ല ബാങ്കും കുത്തി തുറന്ന് മോഷ്ടിക്കാൻ പോകും. 10 കൊല്ലം ജയിലിൽ കിടന്നാലും ഞാൻ സഹിച്ചോളാം. നമ്മൾ കുടുംബം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ നടക്കണം. കുടുംബത്തിന് വേണ്ടി ഒരു നന്മയും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാ. ഇതാണ് ഏറ്റവും നന്മ. എടി, ഞാൻ അവനെ ഏതെങ്കിലും രീതിയിൽ ദ്രോഹിക്കണുണ്ടോ? ഇപ്പൊ അവനും ഒരു കുട്ടി ഉണ്ടായ അതിൽ ഓക്കെ. ഇപ്പൊ ഈ ദത്തെടുക്കാൻ നടക്കണ എന്തിനാണ്? ഭർത്താവ് എൻ്റെ കൂടെ തന്നെ അല്ലെ? പിന്നെ ഈ ഇത് ഞാൻ എത്രയും സമയം മുടക്കാൻ നോക്കിയിട്ട് അതൊക്കെ അങ്ങ് മുടങ്ങില്ലേ? ലീറ്റോ നോക്കിക്കോ, ദുഷ്ടനെ പന പോലെ എന്നാ പറഞ്ഞേക്കണേ. ഈ വളർച്ച അതിനു വേണ്ടിട്ടാണെന്ന് തന്നെ നോർത്തോ. ആയിക്കോട്ടെ, ഞാൻ ഇതുവരെ വളർന്നതേ ഒരു കുഴപ്പമില്ല. പിന്നെ ഇപ്പൊ ഭയങ്കര കോടീശ്വരനായിട്ട് വെറുതെ അല്ല ക്ലീറ്റോ, ഇട്ട് മൂടാനുള്ള സ്വത്തുണ്ടല്ലോ പാലായില്. 1 രൂപ ഉണ്ടോ നിങ്ങളുടെ കയ്യില്? നിങ്ങളുടെയും മനസ്സിന്റെ അല്ലല്ല, മനസ്സിന്റെ അല്ല, സമയദോഷമാണ്. സമയദോഷം അതിപ്പോ മാറും. നീ നോക്കിയോ, അതിന്റെ ആരംഭമാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. ഇതെല്ലാം മാറി. ഞാൻ നോക്കിയോ, രാജയോഗം എന്റെ ഇതിലുണ്ടടി, രാജയോഗം. നീ രാജകുമാരിയായിട്ട് ഇവിടെ ഇരിക്കുകയും ചെയ്യും. എനിക്ക് റാണി ആവണ്ട, ഒന്നും ആവണ്ട. എനിക്ക് മനുഷ്യനായിട്ടൊന്ന് ജീവിക്കാൻ പറ്റിയാൽ മതി. ഇപ്പൊ നിങ്ങൾക്കെല്ലാം എന്നെ പുച്ഛമായിരിക്കും, പക്ഷേ എന്റെ തക്കളി മോള് ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തുമായിട്ട് അങ്ങനെ നിൽക്കുമ്പോണ്ടൊരു അവകാശമായിട്ട് അപ്പൊ നിങ്ങളെല്ലാം എന്റെ വില മനസ്സിലാക്കും. കഷ്ടമാണെന്നേ. നിങ്ങളെ ഒരുപാട് കിടന്ന് പ്രസംഗിക്കണ്ട. എന്നോ കാലത്ത് നിങ്ങളെ ഞാൻ സ്നേഹിച്ചു പോയി, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചുമക്കണതല്ലേ. ഇങ്ങനെയൊന്നും അല്ല ആണുങ്ങൾ കുടുംബത്തിൽ വില ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങളുടെ അപ്പച്ചനോടും നിങ്ങളുടെ ആളിയനോടും പോയി ചോദിക്ക് എങ്ങനെയാണെന്നുള്ളത്. എന്നെ കെട്ടിയത് തന്നെ ഇപ്പൊ എനിക്ക് വലിയൊരു ശാപമായത്. അല്ലെങ്കിൽ എന്നേ എന്റെ സമയം തെളിയേണ്ടതാണ്. കർത്താവേ, എന്റെ അളിയന്റെ മനസ്സ് നീ ഒന്നും മാറിക്കളയരുത്. മാറൂല. ഇപ്പം എല്ലാം അവസാനിച്ച് പോയിട്ട് വരുമ്പോൾ മനസ്സൊന്ന് തെളിഞ്ഞു വന്നാൽ മതിയായിരുന്നു. ആ ചിന്തയൊക്കെ ഒന്ന് അവൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങ് പോയാൽ മതി. ചിലപ്പോൾ കുറച്ചുകൂടെ നീളും. അങ്ങനെയും വിളിച്ചു പറ. നീ വേഗം പോയിട്ട് വാ. പോയിട്ട് വരട്ടെ അമ്മ. അളയാ, പിന്നെ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ മിക്കവാറും ഞാൻ താഴെ ആയിരിക്കും താമസിക്കുന്നത്. നിങ്ങളും തക്കളിയും കൂടെ ഇവിടെ താമസിച്ചോളൂ. അങ്ങനെയാ? മോള് വളർന്നു വരെയല്ലേ, ഇനി എല്ലാം അവക്കുള്ളതല്ലേ. അതൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. അളയും സന്തോഷമായിട്ട് പോയിട്ട് പാടിയാ. പോയിട്ട് വന്നില്ലെങ്കിലോ? നീ വേണ്ടാത്തൊന്നും പറയരുത്. സമാധാനമായിട്ട് എല്ലായിടത്തും പോയിട്ട് വന്നാൽ മതി കേട്ടോ അളിയാ. ഹാപ്പി ജേണി ജയന്തി, ഹാപ്പി ജേണി. അങ്ങനെ നോക്കല്ല, വീട് ഭൂമിയിലോട്ട് താന്നു പോകും. ഞാൻ വീട് നോക്കിയല്ല, തങ്ക മഴ വരണുണ്ടോ നോക്കിയതാ.
കുറച്ച് ഫർണിച്ചർ മേടിക്കണം എവിടെ? വീട്ടിലേ എന്തായാലും അവൻ സന്തോഷത്തോടെ തരാമെന്ന് പറഞ്ഞേക്കല്ലേ. ഞാനേ ഒന്നും പറയുന്നില്ല. സ്വന്തമായിട്ട് അധ്വാനിച്ചൊരു വീടും പറമ്പും മേടിക്കും. അല്ലെങ്കിൽ ഇതേ പാലായിൽ കുറേ ഫർണിച്ചർ മേടിച്ചിട്ട് ഇനി ഫർണിച്ചർ മേടിക്കാൻ കൊതിയാണെങ്കിലും ഫർണിച്ചർ മേടിക്കാൻ വന്നേക്കും. ഓ എൻ്റെ കർത്താവ് ഒരുത്ത സന്തോഷത്തോടെ വീട് തരാമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വേണ്ടാന്ന്. ഞാൻ മഹാബലിയൊന്നുമല്ല അത്ര ത്യാഗം സഹിക്കാൻ. പെയിൻറ്റും കൂടെ അടിക്കും. അവൻ ചിന്തിച്ച് കാണും ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി സമ്പാദിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെയാണ് അവൻ ഈ ക്ഷേത്രങ്ങൾ തോറും കയറി ഇറങ്ങി നടക്കുന്നത്. നമുക്ക് ചായ എന്തെങ്കിലും എടുക്കട്ടെ? എനിക്ക് ചായ വേണ്ട, ഒരു കുന്തവും വേണ്ട. നീ ഒന്ന് അവനെ വിളിച്ച് നോക്ക്. നീ നോക്ക്, 3 ആഴ്ചയാവൻ പോയിട്ട്. ഒന്ന് വിളിച്ച് നോക്ക്. അമ്മ എന്തറിഞ്ഞിട്ട് ഞാൻ വിളിക്കാതിരിക്കുന്നത് തോന്നുന്നുണ്ട്. എത്ര ദിവസമായിന്നറിയാമോ അവനെ വിളിക്കണം, ഫോണിൽ കിട്ടണ്ടേ? അവന് ഈ കുടുംബത്തോടൊന്നും സ്നേഹമില്ല. അല്ലാതെ അവനൊന്ന് വിളിക്കൂലായിരുന്നു ഇങ്ങോട്ടെങ്കിലും. അല്ല ഞാനിടയ്ക്ക് വിളിച്ചു നോക്കി, കിട്ടുന്നില്ല. റേഞ്ചില്ലാതെ തോന്നുന്നു. എവിടെ നിൽക്കണം ക്ലീറ്റോ? ഒന്നുകൂടെ ഒന്ന് വിളിക്കുക ക്ലീറ്റോ. ഇതെന്തോന്ന് പോക്കല്ലേ? പിന്നെ ഇത് രണ്ടാളും കൂടെ സന്യാസത്തിനാ പോയിക്കണത്. ഒരു കാര്യം, വീട്ടിലിവിടെ ആൾക്കാരുണ്ടെന്നുള്ളൊരു ചിന്ത വേണ്ടേ? വിളിച്ച് നോക്ക് എന്തായാലും. ഒന്ന് കിട്ടണേ. റേഞ്ച് കിട്ടിയാൽ മതിയായിരുന്നു നേരത്താവേ. അളിയാ, ഇത് എവിടെ അളിയാ? ഒന്ന് വിളിക്കണ്ടേ? ഞങ്ങളൊക്കെ ഇവിടെ ആകെ വേവലാതിപ്പെട്ടിരിക്കല്ലേ. എവിടെ എവിടെ? മധുരയിലാ? ആ, ഇങ്ങോട്ട് വരണ വഴിയാ. ആ പിന്നെ തിരുനെല്ലൂർ നാഗർകോവില് വൈകുന്നേരത്തോടു കൂടി ഇവിടെ എത്തും. ഒന്ന് ഇങ്ങോട്ട് താ. ഇവിടെ എല്ലാവരും ഉണ്ട്. അമ്മയുണ്ട്, അമ്മയുണ്ട്. ഞാൻ കൊടുക്കാം, അമ്മയെ കൊടുക്കാം. മക്കളെ നീ എവിടെയായി? ഹലോ ഹലോ, പുറത്തോട്ട് ഇറങ്ങി നോക്ക്, പുറത്തോട്ട് ഇറങ്ങി നോക്ക്. കിട്ടിയത് തന്നെ വലിയ ഭാഗ്യം. അതല്ലേ ഞാൻ പറഞ്ഞത് അത് പറയും. അവൻ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. മധുര കഴിഞ്ഞു, മധുരയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കണടി. ഇനിയിപ്പം തിരുനെല്വേലി നാഗർകോവിൽ വൈകുന്നേരത്തോടു കൂടി ഇവിടെ എത്തും. നോക്കട്ടെ, ഒന്ന് നോക്കട്ടെ. അല്ല, ഈ കണ്ട ഹോട്ടലുകളിലൊക്കെ കയറി ഇറങ്ങി അവന്റെ വയറ് കേടായി കാണും ഇപ്പം. നമുക്ക് ഇച്ചിരി മീൻ മേടിച്ച് പറ്റി. എന്റെ അളിയന് സന്തോഷിപ്പിക്കാനായിട്ട് നല്ല ഭക്ഷണം ഞാൻ കൊടുക്കും. ചിക്കൻ, മട്ടൺ, മീന് എല്ലാം ഉണ്ടാവും. എത്ര നാളായി അളിയൻ പോയിട്ട്? എന്നാ കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞില്ലേ. എന്റെ അളിയന്റെ സന്തോഷം എന്റെ സന്തോഷം. ഇനി ഒരു ചായ തരട്ടെ? ഇനി ഒരു ചായ തരട്ടെ? വേമ്പോ വേമ്പോ കടയിൽ പോയിട്ട് വാ. അമ്മക്ക് ചായ ഇടാൻ ഞാൻ 500 രൂപ ചില്ലറ വേണോ? എന്തിന്? എന്റെ ഇരിക്കുന്നത് ചില്ലറ നോട്ടാണേ. സാധനം മേടിക്കാൻ പോവാന് കാണുമോ? അല്ലെങ്കിൽ ചില്ലറ വന്നാലും മതി, ഞാൻ വന്നിട്ട് തിരിച്ചു തരാം. ക്ലീറ്റോ? ഓ ഞാൻ പോയിട്ട് വരാം. എന്ത് പറയാനാ കൃഷ്ണ, കുട്ടി എത്തിയാ മതിയായിരുന്നു. പാത്രം വേണോ അമ്മേ? അത് കഴുകാൻ മീൻ അവര് എത്താറാകുമ്പോ അത് മതി അത് മതി അത് മതി. പെരട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര ഇഷ്ടമായി. ഈ വെണ്ടയ്ക്ക ഇങ്ങനെ കൊണ്ടാട്ടം പോലെ പണ്ടേ വലിയ ഇഷ്ടമാണ്. കത്തിരി മോളെ, ഇന്ന് മാമ വരുമല്ലോ. മതിയാവണില്ലേ? ഓ ആ ചിക്കൻ അടുപ്പൊക്കെ അറിയാം. അപ്പൊ കേറിക്കൊണ്ടിരിക്കണു. അതെ, കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യണം. നിങ്ങക്ക് തിന്നാനല്ല, അവന് ഫ്രൈ ഒന്നും വേണമെന്നൊന്നുമില്ല. അളിയന് പിന്നെ അളിയൻ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. അതിന് പകരം മീൻ വറുക്കുണ്ടല്ലോ. മീൻ വറക്കല്ലേ? എടി മീൻ കുടംപുളിയിട്ട് വറ്റിച്ച് വെക്ക്. പറഞ്ഞതല്ലേ. കണ്ട അളിയൻ വരുന്നതിന് സന്തോഷം കണ്ട അവന്. ചോറൊക്കെയോ? അയ്യോ, ചോറ് അമ്മ അവിടെ പുറത്തിട്ടേക്കണു. വെന്തു പോയൊന്നും ഒന്നും നോക്കിയമ്മേ. അതെ, എൻ്റെ അളിയൻ പറഞ്ഞ കാര്യം മാറാതിരിക്കാൻ വേണ്ടി അളിയനെ മാക്സിമം സന്തോഷിപ്പിക്കണം. കൊടുക്കാളെല്ലാം കൊടുക്കണം. അപ്പൊ അതാണ് കാര്യം. കാര്യം മനസ്സിലിരിപ്പോ കേട്ടോ. എന്തൊരു കുഴപ്പം? ഞാൻ വിചാരിച്ചു അവനോട് സ്നേഹം കേട്ടോ. കൊറേ നാളായില്ലേ കണ്ടിട്ട്. അപ്പൊ കാണാൻ തോന്നുന്നുണ്ടാവും വിചാരിച്ചു. നീ ആലോചിച്ച് നോക്കിയടി, പാലായി കിടക്കണം ഞാൻ ഇവിടെ വന്ന് നിന്നെ കല്യാണം കഴിച്ച് ഇവിടെ താമസിച്ച് ഈ സ്വത്ത് മുഴുവനും എൻ്റെ മണ്ടയ്ക്ക് കർത്താവ് അനുഗ്രഹിച്ച് തരണമെങ്കിൽ ഞാൻ ഭാഗ്യം ചെയ്തവനല്ലേ.
ഇല്ല അളിയൻ നിങ്ങൾ പോലെ തിളച്ച എണ്ണ കിടക്കണതിനകത്ത്. ഭയങ്കര വേവുള്ളായിരിക്കും, ഒന്നുകൂടെ ആ ആ ആ, ഞാനേ അളിയനെ കാണാതെ എനിക്ക് ആകെ ഒരു അളിയൊന്ന് എത്തിയാൽ മതിയായിരുന്നു. ശ്ശേ. അയ്യോ, ആ നേരെ സന്ധ്യയായല്ലോ, ഇതുവരെ വന്നില്ലോ. അവ കാറിലല്ലേ വരുന്നത്, വഴിയിൽ ബ്ലോക്ക് ഉണ്ടാവും, ഇപ്പൊ വരും. കനകനല്ല, അവ എത്ര വഴിയാലും വരും എനിക്കറിയാം. നീ പറഞ്ഞ സാധനം മിലിറ്ററി. ആ, മുരളി തിരിച്ചിട്ടുണ്ട്, ഇപ്പൊ എത്തും. ആഹാ അതെ, ഇന്ന് സാധനം കൊണ്ടുവന്നിട്ട് എൻ്റെ അളിയൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് അറിഞ്ഞൂടാ മാവ, എൻ്റെ ജീവിതത്തിൽ എന്തോ ഭയങ്കര സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു. അളിയന് 2 എണ്ണം ഒഴിച്ച് എൻ്റെ കൈ കൊണ്ട് കൊടുത്തിട്ട് കുറേ അളിയനൊന്ന് സ്നേഹിക്കണം. എന്തോ എൻ്റെ ജീവിതം മാറി മറിയാൻ പോകുന്നൊരു ദിവസമായിട്ടാണ് എനിക്കൊന്ന് തോന്നണേ. ആ പാവളിയനാ, സ്നേഹമുള്ളവനാ. ആ കാറാണോ? തന്നെ അത് തന്നെ തങ്കം, ദേ ചേച്ചിയാ, അമ്മ വാ വാ, അളിയൻ വന്ന് ഇറങ്ങി വാ വാ. എന്താ അമ്മേ? വന്ന് അളിയൻ വന്നടി, അളിയന് ജോലി വന്ന്. മക്കളെ എടാ അമ്പടാ. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അളിയാ? നന്നായിരുന്നു. സന്തോഷം. ജോലി? ആ, ഉഷാറായിട്ട്. വിഷമൊക്കെ മാറിയാ? പിന്നെ നമുക്ക് മൂകാംബിക ഒരു സമ്മാനം തന്നിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട്.